ശബരിമലയിലെ പോലീസ് ഡ്യൂട്ടിയിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങൾ ഹൈക്കോടതി തേടി. നടപടി സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. സന്നിധാനത്ത് പ്രധാന ചുമതലയിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയെ നിയമിച്ചതിലും ഇടപെടലുണ്ട്. പോലീസ് കൺട്രോളറായി എത്തിയത് നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. നിയമനം നൽകിയത് അടൂർ ക്യാമ്പിലെ SI ആയ R കൃഷ്ണകുമാറിനാണ്. ഈ ഉദ്യോഗസ്ഥന്റെ സർവീസ് റെക്കോർഡുകൾ ഹാജരാക്കാൻ ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമല സന്നിധാനത്തെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് പോലീസ് കൺട്രോളർ പോസ്റ്റ് എന്ന് പറയുന്നത്. അവിടുത്തെ പോലീസ് സന്നിധാനത്തെ വയർലെസ് അടക്കമുള്ള സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിൽ കഴിഞ്ഞ 20 വർഷമായി ഒറ്റ ഒരു ഉദ്യോഗസ്ഥനാണ് നിയമിക്കപ്പെട്ടിരുന്നത്. ആ ഉദ്യോഗസ്ഥന് 20 വർഷമായി ഒരു മാറ്റവും സംഭവിച്ചിരുന്നില്ല. അപ്പോൾ ഈ പുതിയ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ ആ ഉദ്യോഗസ്ഥനെ മാറ്റാൻ തീരുമാനിച്ചു. പകരം അടൂർ ക്യാമ്പിലെ SI R കൃഷ്ണകുമാറിനാണ് പോസ്റ്റിംഗ് നൽകിയത്. ഈ R കൃഷ്ണകുമാർ എന്ന് പറയുന്നത് നേരത്തെ നെടുമ്പാശ്ശേരിയിലെ ഒരു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ആ കേസിൽ പ്രതി ചേർക്കപ്പെടുകയും CBI അന്വേഷണ പരിധിയിൽ വരികയും ഒക്കെ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. പിന്നീട് ആ കേസിന്റെ അന്വേഷണത്തിന് ശേഷം പിന്നീട് ഇപ്പോൾ സർവീസിൽ പ്രവേശിച്ച ആളാണ്. അപ്പോൾ ഇങ്ങനെ സ്വർണ്ണക്കടത്തിൽ ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കോടതി അപ്പോഴാണ് കോടതിയുടെ ശ്രദ്ധ 20 വർഷമായി ഇതേ പോസ്റ്റിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇത്രയും കാലം അവിടെ ഒരേ പോസ്റ്റിൽ ഇരിക്കാൻ കഴിഞ്ഞത്, അതിൽ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് കോടതി ഉത്തരവിൽ. അതിനൊപ്പം തന്നെ ഈ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും അയാളുടെ സർവീസ് കാലാവധിയിലുള്ള മുഴുവൻ വിവരങ്ങളും നൽകാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിന് പുറമെയാണ് ഈ തവണ ശബരിമല ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സർവീസ് വിവരങ്ങൾ, അവർക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങളുണ്ടോ അതടക്കം സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ശബരിമലയിലെ പ്രധാനപ്പെട്ട ചുമതലയിൽ, അതായത് IPS ഉദ്യോഗസ്ഥരുടെ ചുമതലയിൽ, SO ചുമതലയിൽ വരുന്ന ഉദ്യോഗസ്ഥർ ആരോപണ വിധേയരുണ്ട് എന്നുള്ള വാർത്ത നൽകിയിരുന്നു. അപ്പോൾ ആ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ റിപ്പോർട്ട് ഇപ്പോൾ ADGP S ശ്രീജിത്തിനോടാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇന്നലെയാണ് പുറത്തിറങ്ങിയത്.